ഇയാള് പോടോ. നീ ചീട്ടിട്ട് ആമാ ചീട്ട് പോണങ്ക. അത് തന്നെ ഞാനും പറഞ്ഞ ചീട്ടടാ. എനിക്കും ചീട്ടിട്. കടം പറഞ്ഞുള്ള കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് ഇവിടെ അടിച്ചെടുത്തും മറ്റേ ചീട്ടറാ. സൗകര്യമില്ല. ഇല്ല. എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കലിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിലേക്കൂടാ. എന്നാ താനിപ്പോ പോ. നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അങ്ങനെ എനിക്ക് ചീട്ടിടാണ്ട് ഇവിടെ ഒരുത്തിനും കളിക്കണ്ടാ പന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് എന്നെ കളിപ്പിക്കാലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറിച്ചതാ പട്ടി. കേസ് കൊടുക്കാം. കളി എന്നെ പഠിപ്പിക്കണം. എനിക്ക് പുല്ലാടാ കാശ്. പുല്ല് കാണിച്ചു തരാടാ നിന്നെ ഞാൻ. വാങ്ങി നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ് ഓരോരോ വേണ്ടാതെ നിങ്ങൾ കാണിച്ചു. എത്ര പറഞ്ഞാലും ഇച്ചാനും മനസ്സിലാവുകയല്ലെന്ന് വെച്ചാ എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ. കാശ് വരും പോവും. എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് പോയല്ലോ നോക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ? എന്നതാ പറഞ്ഞെന്ന്? കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് ഒരു ലക്ഷം മിണ്ടരുത്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇനി വയ്യ. പോലീസുകാർ മരിച്ചിട്ട് ചാണ്ടിച്ചായൻ പോയേക്കുവാ. തിരിച്ചു വന്നാലുടൻ ഒരു തീർപ്പുണ്ടാക്കി വെക്കൂ. പോലീസുകാർ മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പോ പോയി? എന്നോട് സംസാരിക്കണ്ട. ജോണിച്ചായൻ മൈസൂരിൽ കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ. സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പച്ച 25,000 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായതുകൊണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാതിരിക്കുന്നു. ജോണിയുടെ പെങ്ങക്ക് കാശ് കൊടുത്തു. നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു. എനിക്കല്ലല്ലോ തന്ന്. ആണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ട് കളിച്ച് കളയാൻ ഇച്ചാൻ എന്തു അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തുന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ല. ഇച്ചാന്റെ ഭാര്യ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയെന്ന് ഇച്ചാൻ ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചാടി. നീ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കായിരുന്നോ? എങ്ങനെയൊക്കെ നീ കാശ് കൊണ്ടുവരും? പറയടി, പറയടി, പറയേ. അവിടെ ഇപ്പോ പരന്നിരിക്കുന്ന കഥ വേറെ. കോരസാറ് മരിച്ചിട്ട് ചായം പോയെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. മേരി ചായനും ഒളിച്ചു പോയതാണെന്ന്.